Hi viewers, welcome to Bosco Campus Vision. Today we are discussing a new subject, that is Fundamentals of Management, and it is for S1 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. In this session, we can discuss a new topic, that is management by objectives. That is, in short, we can say MBO, that is management by objectives. So, it is a dynamic system which integrates the company's need to achieve its goal for profit and growth with managers' need to contribute and develop himself. So, according to Peter Drucker, or this concept was introduced by Peter Drucker in 1954, and it is a technique and philosophy of management based on converting an organizational objective into a personal objective on the pre-assumption that establishing personal objective makes an employee committed and which leads to better performance. So it states that the superior and subordinate managers of an organization jointly identify its common goal, define each individual's major area of responsibility in terms of results expected of him, and use these measures as a guiding for operating the unit and assessing the contribution of each of its members. The management by objectives, or it may be known as management by results, or we can say goal setting approach. അപ്പം ഒരു മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഇല്ലേ ഇതിനകത്ത് തന്നെ പറയാറുണ്ട് അല്ലേ, ഇറ്റ് ഈസ് എ superior and subordinate manager of an organization jointly identify its common goal. അപ്പം ഈ ഒരു പ്രോസസ്സിനകത്ത് ഒരു മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലേ, മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, തൻ്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും കൈകോർത്ത് ഇല്ലേ ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് സബോർഡിനേറ്റ്സും മാനേജേഴ്സും ഒരുമിച്ച് ഒരു ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ഈച്ച് ഇൻഡിവിജ്വൽസ് മേജർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇവർ തമ്മിൽ ഇവർ ഗോൾ കണ്ടെത്തിയിട്ട് ഓരോരുത്തരുടെ ഉത്തരവാദിത്വം, ഈ ഗോളിൽ നിങ്ങളുടെ ഭാഗം എന്താണ്, നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഓരോരുത്തരെയും നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നു. ഇൻ ടേംസ് ഓഫ് റിസൾട്ട് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം. എന്നിട്ട് എന്ത് ചെയ്യണം, അവരിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്, നിന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിക്കുന്നു, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഇതാണ് എന്ന് പറയുന്നു. ആൻഡ് യൂസ് ദീസ് മെഷേഴ്സ് ആസ് എ ഗൈഡിങ് ഫോർ ഓപ്പറേറ്റിംഗ് ദ യൂണിറ്റ്. എന്നിട്ട് ഈ മെഷേഴ്സ് എന്ത് ചെയ്യണം, തൻ്റെ ഓപ്പറേറ്റിംഗ് യൂണിറ്റിന് ഒരു ഗൈഡൻസ് ആണ്, ഇത് വെച്ചുകൊണ്ട് നീ പ്രവർത്തിക്കണം. അസസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പർ. എന്നിട്ട് നിൻ്റെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും കോൺട്രിബ്യൂഷൻ, നീ ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം രണ്ടുപേരും, ഒരു മാനേജറും അല്ലെങ്കിൽ തൻ്റെ സബോർഡിനേറ്റ്സും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ നമുക്കിത് നേടണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവർ ഒത്തിരുന്ന് തന്നെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ റിസൾട്ടിൻ്റെ അവസാനം വരെ, ആ റിസൾട്ട് കിട്ടുന്നിടം വരെ മാനേജ്മെൻറ്റും വർക്കേഴ്സും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിംഗ് അപ്രോച്ച് എന്നൊക്കെ ഈ പേര് വരാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും എവിടെ നിന്നാണ്? ഇത് പീറ്റർ ഓഫ് ഡ്രക്കർ, നമ്മൾ ഓൾറെഡി പഠിച്ചു, മാനേജ്മെൻറ്റ് ഗുരു. അദ്ദേഹമാണ് 1954 എന്ത് ചെയ്തത്, ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. So it is a technique and philosophy of management based on converting an organizational objective into personal objective. അപ്പോൾ ശരിക്കും ഇതൊരു ടെക്നിക്കാണ്, മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അത് ആരുടെ ഒബ്ജക്റ്റീവായിട്ട് മാറ്റിയെടുക്കുക, തൻ്റെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്, ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഒബ്ജക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനകത്തൊരു അസംഷൻ ഉണ്ട്, എന്താണ്, എസ്റ്റാബ്ലിഷിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് മേക്ക് ആൻ എംപ്ലോയി കമ്മിറ്റഡ്. ഇപ്പം ഒരു 50 പേരടങ്ങുന്ന ഒരു ടീം, നമുക്കൊരു ഗോൾ ലക്ഷ്യമുണ്ട് സാധിക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് പിരിയും. പക്ഷേ ആരും എന്ത് ചെയ്യുന്ന, ഒരാൾ വിചാരിക്കും മറ്റേ ഗ്രൂപ്പ് ചെയ്യും, മറ്റേ ഗ്രൂപ്പ് പറയുന്നതോ ഇല്ല, മൂന്നാമത്തെ ഗ്രൂപ്പ് ചെയ്യും, അങ്ങനെ മാറി മാറി ഇരിക്കും, സക്സസ്ഫുൾ ആവത്തില്ല. അപ്പം പകരം എന്ത് ചെയ്യണം, ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും തൻ്റെ ഡ്യൂട്ടി എന്താണ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സെൽഫ് കമ്മിറ്റഡ്, അപ്പോൾ ഓരോ എംപ്ലോയും കമ്മിറ്റഡ് ആവുകയും അത് നമുക്ക് നല്ലൊരു പെർഫോമൻസിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, MBO അല്ലെങ്കിൽ
മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ റിസൾട്ടിൻ്റെ ഒരു ഷോർട്ട് നെയിമാണ് MBR എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പീറ്റർ എഫ് ഡ്രക്കർ in 1954. It is a technique and philosophy of management based on converting an organizational objective into personal objective on the pre-assumption that personal objective makes an employee committed and which leads to better performance. Clear with the point? And the next is Kuntz and other have defined MBO. ഇനി കൂൺസ് എന്ന് പറയുന്ന കൂൺസ് ആൻഡ് ഒഡോണൽ എന്ന് പറയുന്ന ഓതർ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് MBO is a comprehensive managerial system. ഇല്ലേ, ഒരു MBO എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോംപ്രഹെൻസീവ്, അതായത് ഒത്തിരി കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ് മെനി കീ മാനേജറിയൽ ആക്ടിവിറ്റി. അതിനകത്ത് എന്തെല്ലാം വരുന്നു? ഇൻഡസ്ട്രിയിലെ മാനേജറിയൽ ആക്ടിവിറ്റിയായ പ്ലാനിങ് മുതൽ ഓർഗനൈസിങ്, കൺട്രോളിങ് വരെയുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് ആരെന്തൊക്കെ എവിടെയൊക്കെ ചെയ്യും നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ അത് സിസ്റ്റമാറ്റിക് മാനറാണ്. കോൺഷ്യസ്ലി ഡയറക്റ്റഡ്, അത് ബോധപൂർവമാണ് നമ്മൾ ചെയ്യുന്നത്. ടുവേർഡ്സ് ദി ഇഫക്റ്റീവ് ആൻഡ് ഇഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എങ്ങനെയാണ് ഇഫക്റ്റീവ് ആവണം, എഫിഷ്യൻ്റ് ആകണം ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുമ്പോൾ. അപ്പം ഈ ഒരു ഡെഫിനേഷനെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം അല്ലേ, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ മിസ് ഒറ്റയടിക്ക് പറയുകയാണ്, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മാനേജറിയൽ സിസ്റ്റം ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ് മെനി കീ മാനേജറിയൽ ആക്ടിവിറ്റി ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ കോൺഷ്യസ്ലി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പം ഈ ഒരു ഡെഫിനേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എങ്ങനെ പഠിക്കാം? ആദ്യം പറയുന്ന ഫസ്റ്റ് സെൻറ്റൻസ്, MBO is a comprehensive managerial system. Second point, it integrates the main key managerial activities. Third one, in a systematic manner. Fourth, consciously directed towards എന്തൊക്കെയാണ്? ദി ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പം ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡെഫിനിഷൻ പഠിക്കാം. അപ്പം ഈ MBO എന്ന് പറയുന്ന ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് SIക്കോ 4 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ MBOയുടെ ഡെഫിനിഷൻസും അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സും സ്റ്റെപ്സും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് MBO നല്ലതായിട്ട് പഠിക്കണം. അപ്പം മിസ് ഒന്നുകൂടെ പറയാം. അപ്പോൾ MBO എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഡൈനാമിക് സിസ്റ്റം ഇല്ലേ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എന്താണ്? കമ്പനിയുടെ നീഡ്സ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ ഗോൾ ഇല്ലേ, ഒരു ലക്ഷ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ മാനേജേഴ്സും സബോർഡിനേറ്റ്സും കൂടെ ഒത്തൊരുമിച്ചിരുന്ന ആ ലക്ഷ്യത്തെ നേടുകയും അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നത് അവർ ഒരുമിച്ചാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? MBO എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മാനേജ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയാം അല്ലേ. ആൻഡ് കൺട്രോൾ ടെക്നിക്, ഇറ്റ് ഈസ് ബൗണ്ട് ടു അഫക്റ്റ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, കൾച്ചർ ആൻഡ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മാനേജറിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ടെക്നിക്കാണ്. എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ എന്ന് പറയുന്ന 3 പേരെ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഓർഗനൈസേഷൻ്റെ കൾച്ചർ, ഒരു വാല്യൂ സിസ്റ്റം, ഓർഗനൈസേഷൻ്റെ സ്റ്റൈൽ, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുന്നത്. And so it called for the regulating the process of managing in terms of meaningful, specific and verifiable objective at different levels of മാനേജ്മെൻറ്റ് ഹയറാർക്കി. അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഈ ഗോൾ എന്ന് പറയുന്നത് എങ്ങനെ മീനിങ് ആയിരിക്കണം അല്ലേ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് സ്പെസിഫിക് ആൻഡ് വേരിയബിൾ. ഒരു ഇൻഡിവിജ്വലിന് വർക്ക് ഏൽപ്പിച്ചാൽ അത് സ്പെസിഫിക് വേരിയബിളായി മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പം ഓർഗനൈസേഷൻ്റെ ഏത് ലെവൽ ഓഫ് ഹയറാർക്കി, ഫസ്റ്റ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ ഏതെടുത്താലും അവിടെ എല്ലാം നമുക്ക് എന്താണ് വേരിഫയബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. And so it is closely associated with the concept of decentralization, because decentralization cannot work without the support of management by objective. അപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സെൻട്രലൈസേഷൻ എന്താണെന്നും ഡീസെൻട്രലൈസേഷൻ എന്താണെന്നും പഠിച്ചു ഇല്ല. ഡീസെൻട്രലൈസേഷൻ എന്താണ്? അധികാരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഒരു ലക്ഷ്യത്തിന് വേണ്ടി തൻ്റെ അധികാരങ്ങളെ ഡിവൈഡ് ചെയ്തു എല്ലാവരിലേക്കും ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നമ്മൾ ഒത്തൊരുമയോടുകൂടി ആ ജോലി ഏറ്റെടുത്ത് ലക്ഷ്യത്തിൽ എത്തിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ ഒരുമിച്ച് പറയുന്ന വാക്കാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ MBO, മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്സ്, അതായത് MBR അല്ലെങ്കിൽ
ഗോൾ സെറ്റിംഗ് അപ്രോച്ച്. അപ്പോൾ ചിലപ്പം എക്സാമിന് നേരിട്ട് വാട്ട് ഈസ് MBO എന്ന് ചോദിക്കാറില്ല. ചിലപ്പം എക്സ്പ്ലെയിൻ MBR അല്ലെങ്കിൽ വാട്ട് ഈസ് ഗോൾ സെറ്റിംഗ് അപ്രോച്ച് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്ക് അനുസരിച്ച് വേണം അതിനെ സ്പെസിഫൈ ചെയ്ത് പറയാം. ക്ലിയർ വിത്ത് ദി പോയിന്റ്. സോ ദ കോൺസെപ്റ്റ് ഓഫ് management by objective may be introduced by who? Peter F. Drucker in 1954. It is a technique and philosophy of management based on converting an organizational objective into personal objective on the pre-assumption that establishing personal objective make an employee committed which leads to better performance. So clear with the portion.